ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് മുട്ട മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയും കൂടിയാണിത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ അധികം ലാഗാക്കാതെ വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ ഗ്രീൻ പീസ് ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഫ്രോസൺ ആയതുകൊണ്ട് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഗ്രീൻ പീസ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഐസൊക്കെ പിടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കുക. അപ്പോഴത്തേക്ക് ഐസൊക്കെ അങ്ങോട്ട് പോയിക്കോളും. കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്രീൻ പീസ് വേകാൻ വേണ്ടി വെച്ചു. അതിനുശേഷം വേറെ അടുപ്പിലേക്ക് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സവാള നന്നായിട്ട് മുരിഞ്ഞു വരേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പൈസി ആണെങ്കിൽ ടേസ്റ്റ് കൂടും. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ച ചൊവയൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഈ മസാലപ്പൊടികളും തക്കാളി, സവാള, പച്ചമുളക് എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ടയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഓൾറെഡി ഈ മസാലയിൽ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ മുട്ടയിലേക്ക് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയം നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ പീസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ മസാലയെല്ലാം ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ചെറിയ തീ വെച്ച് ഒരു 10 മിനിറ്റ് ഇളക്കി ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ്, എരിവ് എല്ലാം ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, വളരെ ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.